എല്ലാറ്റിലും നമ്മുടെ നെൽക്കാർട്ട് മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒത്തിരി വീഡിയോസും ഫോട്ടോസുകളെല്ലാം ഇപ്പൊ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ മെയിൻ ആയിട്ടുള്ള വിഷൻ ആൻഡ് മിഷൻ, നല്ല ആരോഗ്യത്തോടെ സാമ്പത്തികപരമായിട്ടുള്ള നല്ലൊരു വരുമാനം, ഇത് രണ്ടും നമുക്ക് മെയിനായിട്ട് പ്രദാനം ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതെങ്ങനെയൊക്കെയാണ് നമുക്കത് യൂസബിൾ ആവുക എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ലീഗൽ ഡോക്യുമെന്റ്സ്, ഒരു കമ്പനി ഇന്ത്യൻ മാർക്കറ്റിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള എന്തെല്ലാം സർട്ടിഫിക്കേഷൻസ് ആണോ കമ്പനിക്ക് ആവശ്യമുള്ളത് അതെല്ലാം ലൈവായിട്ട് ഓൾറെഡി കമ്പനിക്ക് നേടി എടുത്തിട്ടുണ്ട്. കമ്പനി എല്ലാ സർട്ടിഫിക്കറ്റ്സുകളും ഓൾറെഡി ഉണ്ട്. ഓക്കെ, GST സർട്ടിഫിക്കറ്റ്സ്, പാൻ കാർഡ്, ടാൻ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റുകൾ, എല്ലാ സർട്ടിഫിക്കറ്റ്സുകളും ഓൾറെഡി കമ്പനിക്ക് ലൈവാണ്. അതേപോലെ തന്നെ ഓൾ ഓവർ ഇന്ത്യ മുഴുവൻ നമ്മുടെ ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനായിക്കൊണ്ടുള്ള സർവീസസുകളും കാര്യങ്ങളെല്ലാം കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാ സ്റ്റേറ്റിലോട്ടും നമ്മുടെ ഈ ഒരു പ്രൊജക്ട് നെയിൽകാർട്ട് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന നമ്മുടെ കമ്പനിയുടെ പ്രൊജക്ട് ഓൾറെഡി ലൈവാണ്. എല്ലാ ഭാഷകളിലും അതിനു വേണ്ടിക്കൊണ്ടാണ് നമ്മുടെ കമ്പനി എന്ത് ചെയ്തിരിക്കുന്നത്. എൻ്റെ അറിവിൽ ആദ്യമായിട്ടാണ് ഒരേ മീറ്റിംഗ്, സൂം മീറ്റിംഗ് ലിങ്കിൽ നിന്ന് 5 ഭാഷകളിൽ കൈകാര്യം ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ടെങ്കിൽ അതിന്ന് നമ്മുടെ നെയിൽകാർട്ട് മാർക്കറ്റിംഗ് ആണ്. ഓക്കെ, സ്വന്തം നാട്ടിലിരുന്നു കൊണ്ട് തന്നെ ലോകത്ത് എവിടെ നിങ്ങളുടെ പരിചയത്തിലുള്ള ഏത് ഭാഷയിലുള്ള ആളുകൾ ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അവരെല്ലാം നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമാക്കി മാറ്റാൻ വേണ്ടിക്കൊണ്ടുള്ള സംവിധാനങ്ങൾ കമ്പനി ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നെയിൽകാർട്ട് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഒരു ഓൺലൈൻ ഷോപ്പിംഗായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രൊജക്ട് ആണെങ്കിൽ കൂടെ നമുക്കിവിടെ റീചാർജ് ആൻഡ് യൂട്ടിലിറ്റി സർവീസസ് ഓൾറെഡി ലഭ്യമാണ് സൈറ്റിൻ്റെ ഉള്ളിൽ. നമുക്കറിയാം, നമ്മളിപ്പോൾ റീചാർജ് ചെയ്യാറുള്ള മൊബൈൽ ഫോണുകൾ നമ്മൾ ഗൂഗിൾ പേ, ഫോൺ പേയിൽ നിന്നെല്ലാമാണ് റീചാർജ് ചെയ്യാറ്. പക്ഷെ അവിടെ നമ്മൾ കുറേ വർഷങ്ങളായില്ലേ റീചാർജ് ചെയ്യുന്നു. പക്ഷെ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബെനിഫിറ്റും ഇല്ല. 2 രൂപ 3 രൂപ എക്സ്ട്രാ ടാക്സ് പോവാന്നല്ലാതെ നമുക്ക് വേറെ ബെനിഫിറ്റുകളൊന്നുമില്ല. പക്ഷെ എന്നാൽ നമ്മുടെ സിസ്റ്റത്തിൽ, നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റിനുള്ളിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഈ ഒരു യൂട്ടിലിറ്റി സർവീസസിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മൊബൈൽ ഫോണുകൾ നമ്മൾ റീചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ റീചാർജസിനും കമ്പനി നമുക്ക് 2% ഡിസ്കൗണ്ട് തരുന്നുണ്ട്, 2% ഡിസ്കൗണ്ട്. 500 രൂപയ്ക്ക് ഇപ്പോൾ നമ്മൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 രൂപ ഡിസ്കൗണ്ട് തരുന്നുണ്ട്. 490 രൂപ ഉണ്ടെങ്കിൽ റീചാർജ് ചെയ്യാം. അപ്പൊ അങ്ങനെ നമുക്ക് ലൈഫ് ലോങ് നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം കമ്പനി ഇതിനുള്ളിൽ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. പ്രീപെയ്ഡുകൾ റീചാർജ് ചെയ്യാം, പോസ്റ്റ് പെയ്ഡ് ബില്ലുകൾ അടയ്ക്കാം, DTH ബില്ലുകൾ പേയ്മെന്റ് ചെയ്യാം. ഓൾ ഓവർ ഇന്ത്യയിലുള്ള എല്ലാ ഇലക്ട്രിസിറ്റി ബില്ല് കണക്ഷൻസും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സൈറ്റിലൂടെ നിങ്ങൾക്ക് അടയ്ക്കാവുന്നതാണ്. ഗ്യാസ് ബില്ല്, അതേപോലെ തന്നെ വാട്ടർ ബിൽ കണക്ഷൻസ്, ഫാസ്ടാഗ്, ഇത് 3ഉം വരാൻ പോകുന്നുള്ള കമ്മിങ് സൂണിലാണ്. അത് എത്രയും പെട്ടെന്ന് തന്നെ കമ്പനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ഓൺലൈൻ ഷോപ്പിംഗ് പ്രോഡക്റ്റുകൾ നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്നത് അല്ലേ, ഓൺലൈൻ ഷോപ്പിംഗ്. അപ്പൊ ഇതൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പ്ലസ് ഒരു ഓൺലൈൻ ഷോപ്പിംഗ് സിസ്റ്റം. അപ്പൊ ഈ ഓൺലൈൻ ഷോപ്പിംഗിലേക്ക് വേണ്ടിയിട്ടുള്ള കസ്റ്റമേഴ്സ് ക്രിയേഷൻ എന്നുള്ള രീതിയിലാണ് ഇപ്പൊ കമ്മ്യൂണിറ്റി ക്രിയേഷൻ ആണ് ഇപ്പോൾ ഇവിടെ ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ എല്ലാ തരത്തിലുള്ള ഫ്യൂച്ചറിൽ ഓൺലൈൻ ഷോപ്പിംഗ് പ്രൊഡക്റ്റുകളും കമ്പനി ആഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ ലൈവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലിപ്പോൾ നിലവിൽ വെൽനസ് പ്രൊഡക്റ്റുകൾ നമുക്ക് ലഭ്യമാണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, വിഷൻ ആൻഡ് മിഷൻ. നല്ല രീതിയിലുള്ള നല്ല ആരോഗ്യം നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും വേണം. അതിന് പറ്റിയിട്ടുള്ള നല്ല സർട്ടിഫിക്കേഷനും കാര്യങ്ങളെല്ലാം ഉള്ള നമ്പർ 1 ആയിട്ടുള്ള സൂപ്പർ പ്രോഡക്ട്സുകൾ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. വെൽനസ് പ്രോഡക്റ്റുകൾ, ഹെർബൽ പ്രോഡക്ട്സുകൾ, ഹോം കെയർ, പേഴ്സണൽ കെയർ പ്രോഡക്ട്സ്, അതേപോലെ തന്നെ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്, എനർജി പ്രോഡക്ട്സുകൾ, ബ്യൂട്ടി കെയർ, ബൈക്സ്, മെൻ ആൻഡ് വുമൺ ഫാഷൻസ്, മോർ പ്രൊഡക്ട്സുകൾ, ഡ്രസ് മെറ്റീരിയൽസ് ആയിക്കോട്ടെ. അതേപോലെ തന്നെ ഇപ്പോൾ ഓൾറെഡി നമുക്ക് സൈറ്റിൽ നോക്കിയാൽ കാണാൻ പറ്റും കുറേ പ്രൊഡക്റ്റുകൾ ഇപ്പോൾ ഓൾറെഡി നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ സാരീസ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ, ചുരിദാർ, ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ ഓൾറെഡി ഉണ്ട്. ഇനി നിരവധി പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ട്രാവൽ ബാഗുകൾ, അതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഒരുപാട് പ്രൊഡക്ട്സുകൾ, ബാഗുകളെല്ലാം ലൈവായിട്ട് നമുക്ക് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും നിറയെ പ്രൊഡക്ട്സുകൾ വരും ദിവസങ്ങളിലെല്ലാം ആഡ് ആയിക്കൊണ്ടേയിരിക്കും പ്രൊഡക്റ്റുകളെല്ലാം. ഓക്കെ, അപ്പോൾ ഓൺലൈൻ ഷോപ്പ് എവിടെ ഉണ്ട്? ഈ ഓൺലൈൻ ഷോപ്പിലൂടെയുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം നമുക്ക് ഈ ഒരു പ്രോഗ്രാം, അരമണിക്കൂർ പ്രോഗ്രാം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിലോട്ട്, നെയിൽകാർട്ട് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു പ്രോജക്റ്റിലോട്ട് കടന്നു വരാൻ വേണ്ടിക്കൊണ്ട്, ജോയിൻ ചെയ്യാൻ വേണ്ടിക്കൊണ്ട് കമ്പനി ചെറിയൊരു പൈസ മാത്രം, ഇവിടെ വലിയ രീതിയിലുള്ള ഒരു എമൗണ്ട് നമ്മൾ ഈടാക്കുന്നില്ല കമ്പനി.
ചെറിയൊരു പൈസ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചുകൊണ്ട് എത്ര വേണമെങ്കിലും നമുക്ക് ഇതിലൂടെ വരുമാനം സമ്പാദിക്കാം. നിങ്ങൾക്കൊരു 1 ഇയറിൽ ഒരു 1 CR വേണോ, 2 CR വേണോ, അതിനുള്ള പ്ലാനൊക്കെ അതിനുള്ളിലുണ്ട്. ഓരോരുത്തർ എങ്ങനെയാണോ ഈ ഒരു കോൺസെപ്റ്റ് ഏറ്റെടുക്കുന്നത് അതിനനുസരിച്ചുള്ള വരുമാനം ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാവുന്ന രീതിയിലേക്കാണ് ഈ പ്ലാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 1000 രൂപ കൊടുത്ത് നമ്മൾ ഈ കമ്പനിയിലേക്ക് ഒരു ID ജോയിൻ ചെയ്യുന്നു. നമുക്ക് ഒരു ID കമ്പനി ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഈ IDയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ 1000 രൂപ കൊടുക്കുന്ന സമയത്ത് നമുക്ക് നിലവിൽ നമുക്ക് പ്രോഡക്റ്റുകൾ കമ്പനി തരുന്നുണ്ട്. ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പ്രോഡക്റ്റുകൾ എടുത്തുകൊണ്ട് ജോയിൻ ചെയ്യാം. അതിൽ ആദ്യം ഇവിടെ കാണുന്ന കുറച്ച് പ്രോഡക്റ്റുകൾ അല്ലേ, Omega-3 എന്ന് പറയുന്ന പ്രൊഡക്റ്റ് നമുക്കെല്ലാം അറിയാവുന്ന പ്രൊഡക്റ്റ് തന്നെയാണ്. യൂട്യൂബിലൊക്കെ ഒന്ന് കയറി സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, ഗൂഗിളിലൊക്കെ. Omega-3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫിഷ് ഓയിലാണത്, മീനിന്റെ ഓയിൽ ഉണ്ടല്ലോ, മീനെണ്ണ ഗുളിക എന്നൊക്കെ പറയും. അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ് ആണ്. അതിന് ഫ്ലാക്സ് സീഡിന്റെ ഒരു സോഫ്റ്റ് ജെല്ല്, അതേപോലെ തന്നെ കരിഞ്ജീരകം എന്ന് പറയുന്ന കരിഞ്ജീരകത്തിന്റെ ഒരു പ്രോഡക്റ്റ്, കലോഞ്ചി എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഇതെല്ലാം 1000ന്റെ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് എടുത്തുകൊണ്ട് എന്ത് ചെയ്യാം, വിത്തിൻ 1 വീക്ക്, ഒരാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ വീട്ടിലേക്ക് അഡ്രസ്സിൽ പ്രോഡക്റ്റുകൾ കമ്പനി കൊറിയർ ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് KYCയും കാര്യങ്ങളും പ്രൊഫൈലെല്ലാം അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനി തരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ വിറ്റാമിൻ ഡെഫിഷ്യൻസി ഉള്ളവർക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മൾട്ടി വിറ്റാമിൻസിന്റെ ക്യാപ്സൂൾസ് ഉണ്ട്, ലേഡീസ് ആൻഡ് ജെന്റ്സിനുള്ളത്. ഇതെല്ലാം സ്റ്റെം സെൽസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഒത്തിരി ആളുകൾക്ക് അറിയാം സ്റ്റെം സെൽസിനെ കുറിച്ച്, പക്ഷെ അറിയാത്ത ആളുകളുമുണ്ട്. മാർക്കറ്റിൽ നിന്ന് വളരെയധികം ഫാസ്റ്റായിട്ട് സെയിൽ നടക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ അഡ്വാൻസ്ഡ് സ്റ്റെം സെൽസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഒത്തിരി പ്രൊഡക്റ്റുകൾ കമ്പനി ലൈവായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ 1000 രൂപ കൊടുത്ത് ഈ ഒരു ബിസിനസ്സിലോട്ട് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിച്ച് ഒരു ID ആക്ടിവേഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലൈഫ് ലോങ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ബിസിനസ്സിലേക്ക് കടന്നു വരാനുള്ള സംവിധാനങ്ങൾ കമ്പനി ചെയ്തിട്ടുണ്ട്. നിലവിൽ നമുക്ക് 750 രൂപയുടെ ഒരു പാക്കേജ് അവൈലബിൾ ആണ്. 750 രൂപയുടെ പാക്കേജ് ലൈവിലുണ്ട്. പക്ഷേ 750 രൂപയുടെ പാക്കേജിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ലൈവിൽ പ്രോഡക്റ്റ് എടുത്തുകൊണ്ട് വരാൻ പറ്റില്ല. അതൊരു അഡ്വാൻസ്ഡ് എമൗണ്ട് മാത്രമാണ്. നിങ്ങൾ അഡീഷണൽ ഏത് പ്രൊഡക്റ്റാണോ വേണ്ടത് വേറെ പൈസ നമ്മൾ കൊടുത്തുകൊണ്ട്, എക്സ്ട്രാ പൈസ കൊടുത്തുകൊണ്ട് വേണം നമ്മൾ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യാനായിക്കൊണ്ട്. പക്ഷേ ഈ 1000-ൽ തന്നെ നമ്മൾ കയറുകയാണെന്നുണ്ടെങ്കിലോ സ്പോട്ടിൽ തന്നെ അവർക്ക് പ്രൊഡക്റ്റും ലഭിക്കും, ബിസിനസ്സുകൾ അവർക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഒരു പ്രൈം ഷോപ്പിംഗ് മെമ്പർഷിപ്പ് ഈ 1000 രൂപ കൊടുത്ത് ജോയിൻ ചെയ്യുന്ന സമയത്ത് കമ്പനി നമുക്ക് തരുവാണ്. ലൈഫ് ടൈം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സിസ്റ്റത്തിലൂടെ, സൈറ്റിലൂടെ നിങ്ങൾക്ക് സ്വന്തം നാട്ടിലിരുന്നുകൊണ്ട് എവിടെ വേണമെങ്കിലും ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്യിപ്പിക്കാനുള്ള അവസരം നമുക്ക് കമ്പനി തരുന്നുണ്ട്. അപ്പൊ ഈ 1000 രൂപ ജോയിൻ ചെയ്ത് കഴിഞ്ഞ ഉടൻ തന്നെ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി ബിസിനസ്സിലേക്ക് വന്നു, അവർക്ക് ഇഷ്ടമുള്ള ഒരു പ്രോഡക്റ്റ് എടുത്തു. ഇനി നാളെ മുതൽ ഒരു ബിസിനസ് ചെയ്തില്ല എന്ന് വിചാരിക്കുക, ഒന്നും ചെയ്തില്ല, ഈ ഒരു കാര്യത്തിനെ കുറിച്ച് അവരൊന്നും ചെയ്യാൻ നിന്നില്ല, ബിസിനസിനെ കുറിച്ച് ആരോടും പ്രൊമോട്ട് ചെയ്യാനോ പറയാനോ ഒന്നും നിന്നില്ല. അപ്പൊ കൊടുത്ത പൈസക്ക് പ്രൊഡക്റ്റ് ലഭിച്ചു, പക്ഷെ ആ പൈസ വീണ്ടും കമ്പനി എന്ത് ചെയ്യണം, നമുക്കതിനെ തിരിച്ചു തരാന്ന് പറയണം. ഈ 1000 രൂപ നിങ്ങൾക്ക് 2 രീതിയിലൂടെ ഈ പൈസ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് തിരിച്ചെടുക്കാം. അതിനുള്ള സംവിധാനം കമ്പനി തരുന്നുണ്ട്. റീചാർജ് റിഡീം വാലറ്റും അതേപോലെ തന്നെ ഷോപ്പിംഗ് റിഡീം വാലറ്റ് എന്ന് പറയുന്ന 2 വാലറ്റുകളിലോട്ട് നിങ്ങളുടെ ഈ 1000 രൂപ കമ്പനി അപ്പം തന്നെ ഇട്ടു തരുവാണ്. 2000 രൂപയുടെ ബെനിഫിറ്റ് കിട്ടുകയാണ് നിങ്ങൾക്ക്. ഓക്കെ, 1000 രൂപ റീചാർജ് റിഡീമിലും ഉണ്ടാവും, 1000 രൂപ ഷോപ്പിംഗ് റിഡീമിലും ഉണ്ടാവും. അപ്പൊ നമ്മൾ ഓൾറെഡി 1000 രൂപ നമ്മൾ ജോയിൻ ചെയ്തപ്പോൾ പ്രൊഡക്റ്റ് തന്നു അല്ലേ, 1000 രൂപ നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ തന്നെ 1000 രൂപയ്ക്ക് കൊടുത്ത പൈസക്കുള്ള പ്രൊഡക്റ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ 1000 രൂപ എനിക്ക് ഇത് ലഭിച്ചു, തിരിച്ചു കിട്ടിക്കഴിഞ്ഞു. ഇതിന് പുറമെയാണ് റീചാർജ് റിഡീമിൽ 1000 രൂപ കിടക്കുന്നത് പോയിന്റ്സ് ആയിട്ട്, അതേപോലെ തന്നെ ഷോപ്പിംഗ് റിഡീമിലും 1000 രൂപ കിടപ്പുണ്ട്. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ 2000 രൂപയും യൂസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് നോക്കാം എങ്ങനെയാണ് റീചാർജ് റിഡീമിൽ കിടക്കുന്ന 1000 പോയിന്റ് യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പറയുന്ന റീചാർജ് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഗൂഗിൾ പേ, ഫോൺ പേ, മൊബൈൽ ഷോപ്പുകൾ എല്ലാം നമുക്ക് ഒഴിവാക്കി വെച്ചുകൊണ്ട് ഇതെല്ലാം നമുക്ക് ഇനി എന്ത് ചെയ്യേണ്ട, യൂസ് ചെയ്യേണ്ട കാര്യങ്ങളില്ല. നമ്മുടെ സൈറ്റിനുള്ളിലൂടെ നിങ്ങൾക്ക് റീചാർജ് ചെയ്യാം. നമ്മളിപ്പോൾ ഗൂഗിൾ പേയിൽ നിന്ന് ഇപ്പോൾ ഒരു 1500 രൂപയ്ക്ക് 500 രൂപയ്ക്ക് നമ്മൾ ഗൂഗിൾ പേയിൽ നിന്നും റീചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പൈസ നേരെ ഗൂഗിൾ പേയിൽ നിന്നും കമ്പനിയുടെ വാലറ്റിലോട്ട് ഫണ്ട് നമ്മൾ ആദ്യം ഒന്ന് അയച്ചു കൊടുക്കുക, കമ്പനിയിലേക്ക് അയക്കുക. കമ്പനിയിലേക്ക് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ യൂട്ടിലിറ്റി സർവീസസിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ നെറ്റ്വർക്ക് സെലക്ട് ചെയ്യാം. എയർടെൽ വേണോ, BSNL വേണോ, ജിയോ വേണോ, ഐഡിയ, വോഡാഫോൺ ഏതാണ് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുക. അവിടെ പ്ലാനും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഈ 500 രൂപ നിങ്ങൾ അവിടെ കയറി റീചാർജ് ചെയ്താൽ നിങ്ങൾക്ക് 100% അപ്പം തന്നെ നിങ്ങളുടെ റീചാർജ് സക്സസ്ഫുള്ളി ആയിട്ടുണ്ടാവും. നമ്മുടെ റീചാർജ് കയറിയിട്ടുണ്ടാവും, നിങ്ങൾക്ക് മെസ്സേജ്, SMS എല്ലാം വരും. പക്ഷെ അവിടെ ആക്ച്വലി 490 രൂപ റീചാർജിന് ആവത്തുള്ളൂ. അതാണ് എൻ്റെ ഒരു രസം, ഭംഗി എന്ന് പറയുന്നത്. 490 രൂപ, 2% ഡിസ്കൗണ്ട്, 10 രൂപ ഡിസ്കൗണ്ട് തരാണ് കമ്പനി. 490
നമുക്ക് റീചാർജിന് വരുന്നുള്ളൂ. പക്ഷെ നമുക്ക് 500 രൂപയുടെ റീചാർജ് കയറിയിട്ടുണ്ടാവും. അപ്പൊ ഈ എയർടെൽ എന്ന് പറയുന്ന കമ്പനിക്ക് നമ്മൾ 500 രൂപ കൊടുത്താലേ റീചാർജ് ചെയ്യുള്ളൂ അല്ലേ? അപ്പൊ ഈ 2% എന്ന് പറയുന്ന ഈ 10 രൂപ ആരാണ് കൊടുക്കുന്നത്? കമ്പനിയെ കൊടുക്കുന്നത്. നമ്മുടെ നെയിൽ കാർഡ് മാർക്കറ്റിംഗ് കമ്പനിയാണ് ആ പറയുന്ന പൈസ കൊടുക്കുന്നത്. അത് എവിടെ നിന്നാ കൊടുക്കുന്നത്? ഈ റീചാർജ് റിഡീമിൽ കിടക്കുന്ന 1000 രൂപ നമ്മുടെ പൈസ തന്നെയാണ്. അപ്പൊ നമുക്ക് വേണ്ടിക്കൊണ്ട് കമ്പനിയാണ് എന്ത് ചെയ്യുന്നത്? ഈ പൈസ കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ടോട്ടൽ പൈസ ഈ 1000 രൂപ എന്ന് പറയുന്ന റിഡീമിൽ കിടക്കുന്ന 1000 പോയിന്റ്സ് നിങ്ങൾക്ക് റീചാർജിലൂടെ 2% ഡിസ്കൗണ്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. ഫാമിലി മൊബൈലുകൾ ചെയ്യാം, ഫ്രണ്ട്സിന്റെ മൊബൈൽസ് ചെയ്യാം, എത്ര റീചാർജുകൾ വേണമെങ്കിലും ചെയ്യാം. ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് ആ പൈസ കിട്ടും. ഇനി നിങ്ങൾ പോസ്റ്റ് പെയ്ഡ് ബില്ല് അടയ്ക്കുന്ന ആൾക്കാരാണെങ്കിൽ മാസം 1000 രൂപയും 2000 രൂപയും 3000 രൂപയൊക്കെ ബില്ല് അടയ്ക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ഈ സിസ്റ്റത്തിലൂടെ അടച്ചു നോക്കൂ, അവിടെ 2% നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. 1000 രൂപയാണ് നമ്മൾ ഇപ്പോൾ ബിൽ പേയ്മെന്റ് ചെയ്യുന്നതെങ്കിൽ 20 രൂപ നിങ്ങൾക്ക് അവിടെ ഡിസ്കൗണ്ട് കിട്ടും. അപ്പൊ ഈ ജോയിൻ ചെയ്ത പൈസ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് അവിടെ കമ്പനി തിരിച്ചു തരാണ്. ഇതാണ് ഒരു ഓപ്ഷൻ. രണ്ടാമത് ഷോപ്പിംഗ് റെഡീം വാലറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? 1000 പോയിന്റ് കിടപ്പുണ്ട്. മീൻസ് അത് 1000 രൂപയാണത്. ഈ ഷോപ്പിംഗ് റെഡീമിൽ കിടക്കുന്ന ഈ പോയിന്റ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അഡീഷണൽ പ്രോഡക്റ്റുകൾ, കമ്പനി പറയുന്ന നിരവധി പ്രോഡക്റ്റുകൾ അവിടെ ഉണ്ട്. അവിടെ ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. പ്രോഡക്റ്റിന്റെ പൈസ എത്രയാണോ അതിന്റെ 50% നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? പേയ്മെന്റ് ചെയ്യണം. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഒരു 1000 രൂപയുടെ പ്രൊഡക്റ്റ് ആണ് വേണ്ടതെങ്കിൽ 50% 500 രൂപ നമ്മൾ പൈസയായിട്ട് കൊടുക്കണം. ഷോപ്പിംഗ് റെഡീമിൽ നിന്നും 500 പോയിന്റ്സ് എടുക്കും. അങ്ങനെ 1000 രൂപയായിട്ട് കമ്പനി നമുക്ക് പ്രൊഡക്റ്റ് അയച്ചു തരും. ഷോപ്പിംഗ് റെഡീമിൽ നിങ്ങൾക്ക് അവിടെ 500 രൂപ ബാലൻസ് കിടപ്പുണ്ടാവും. അടുത്ത പ്രൊഡക്റ്റ് വേണമെങ്കിൽ എടുക്കാം. അപ്പൊ 1000 രൂപയ്ക്ക് ചുരുക്കത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 3000 രൂപയുടെ ബെനിഫിറ്റ് ഏത് കമ്പനിയിലാണ് എവിടെയാണ് ഉള്ളത് നമ്മൾ ചിന്തിച്ച് നോക്കുക. 3000 രൂപയുടെ ബെനിഫിറ്റ് ആണ് കമ്പനി നമുക്ക് തിരിച്ച് തരുന്നത്. ഇനി പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഇത്രയും നല്ല കാര്യങ്ങൾ ചെറിയൊരു എമൗണ്ടിൽ നിന്നുകൊണ്ട് ഇത്രയും നല്ലൊരു ബിസിനസ് അവസരം കിട്ടി നമ്മൾ പരിചയപ്പെടുത്തുവാണെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളെ നമ്മളൊന്ന് ഈ ബിസിനസ്സിലോട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി 5 തരത്തിലുള്ള വരുമാനം, ഇൻകം കമ്പനി നമുക്ക് തരുന്നുണ്ട്. ഇപ്പൊ നമ്മളെല്ലാവരും ഒരു പ്രൊജക്ട് ചെയ്യുന്ന ഈ ബിസിനസ്സിലേക്ക് വരുന്നത് എന്തെങ്കിലും പ്രോഡക്റ്റുകൾ വാങ്ങിക്കാനോ, അല്ലെങ്കിൽ ഒരു സാരി വാങ്ങാനോ, ഒരു ചുരിദാർ വാങ്ങാനോ, ഒരു ടീഷർട്ട് വാങ്ങാനോ, വാങ്ങണം, അതെല്ലാം വേണം. പക്ഷെ അതിനെ മാത്രം നമ്മൾ കണ്ടുകൊണ്ടല്ല വരുന്നത് അല്ലേ? നമുക്ക് ഡെയിലി ഒരു 5000 6000 എക്സ്ട്രാ വരുമാനം എന്നുള്ള രീതിയിൽ നമുക്ക് മാക്സിമം എത്ര ഏൺ ചെയ്യാൻ പറ്റും ഒരു ദിവസം അത്രയും ഏൺ ചെയ്യാൻ പറ്റണം. അപ്പൊ അതിന് പറ്റിയിട്ടുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള 5 പ്ലാനുകൾ തന്നിട്ടുണ്ട്, 5 വരുമാനം തന്നിട്ടുണ്ട്. അത് നമ്മുടെ കമ്പനിയുടെ MD ആയിട്ടുള്ള വിജയമുരുകൻ സാർ പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം കാൽക്കുലേറ്റ് ചെയ്ത് തന്നിട്ടുള്ള ഒരു പ്ലാനാണ് ഈ 5 ഇൻകം പ്ലാനുകൾ. അതിൽ ആദ്യത്തെ വരുമാനമാണ് ലൈവ് ടീം ബോണസ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ബൈനറി ഇൻകം എന്ന് പറയും. ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. നമ്മൾ ഒരു 1000 രൂപ കൊടുത്തു, ജോയിൻ ചെയ്തു കമ്പനിയിലേക്ക്. നിങ്ങൾക്കൊരു ID നമ്പറും പാസ്വേഡും തരുന്നു. അതാണ് നിങ്ങൾ യു എന്ന് പറയുന്ന നിങ്ങളായിട്ട് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. ഇവിടെ നമുക്ക് ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് നമുക്ക് 2 ലെഗ് ഉണ്ടാവും, ലെഫ്റ്റ് ടീമും റൈറ്റ് ടീമും. നമ്മൾ ഡയറക്റ്റ് ഈ ബിസിനസ്സിലേക്ക് 2 പേരെയാണ് കൊണ്ടുവരേണ്ടത്. ഇത് കമ്പൽസറി ആണ്. 2 പേരെ മസ്റ്റ് ആയിട്ടും കൊണ്ടുവരണം. കൊണ്ടുവന്നാലാണ് നമ്മുടെ ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ആദ്യം വരുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലും രണ്ടാമത് വരുന്ന ആൾ നിങ്ങളുടെ റൈറ്റ് സൈഡിലും വന്ന് പ്ലേസ്മെന്റ് ആകുമ്പോൾ ഒരു ജോഡി, ഒരു പെയറിനാണ് നമുക്ക് വരുമാനം കിട്ടുന്നത്. ഒരു ജോഡിക്ക് കമ്പനി നമുക്ക് തരുന്ന എത്ര 200 രൂപയാണ്. വലിയ ഇൻകമാണ്. 200 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഇൻകമാണത്. ഫസ്റ്റത്തെ പേയ്മെന്റ് മാത്രം കിട്ടണമെങ്കിൽ കമ്പനി പറയുന്നത് മൂന്നാമതൊരു ബിസിനസ് കൂടെ വരണം, തേർഡ് ബിസിനസ്. ഒന്നുകിൽ 2:1 അല്ലെങ്കിൽ 1:2. 3 ബിസിനസ് വരുമ്പോഴാണ് നമുക്ക് ആദ്യത്തെ 200 രൂപ തരുന്നത്. പിന്നീട് അങ്ങോട്ട് ക്രൈറ്റീരിയയും തരുന്നില്ല. ഓരോ പെയറിനും ഓരോ ജോഡിക്കും 200 രൂപയാണ്. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഒരു ജോഡി മാച്ച് ചെയ്യുന്നു, 200 രൂപ തന്നു. നെക്സ്റ്റ് 3 ജോഡിയാണ് മാച്ച് ചെയ്യുന്നതെങ്കിലോ 200 × 3 600 രൂപ അല്ലെ? അപ്പൊ നമ്മുടെ കൂടെ ടീമായി. നമ്മൾ ആദ്യം ഒറ്റയ്ക്ക് വരുന്നു, നമ്മുടെ കൂടെ 2 3 4 പേരായി, നമ്മളിപ്പോൾ ഒരു 5 പേരായി മാറുന്നു. ഈ 5 പേരിലൂടെ വരുന്ന ബിസിനസ്, ആര് ബിസിനസ് എടുത്താലും നിങ്ങൾക്കത് വരുമാനമാണ്. അങ്ങനെ 5 ജോഡി മാച്ച് ചെയ്യുന്ന സമയത്ത് 5 × 200 1000 രൂപ. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഇൻകം ഇത് ജനറേറ്റ് ചെയ്യുന്നത്. പക്ഷെ കമ്പനി നമുക്ക് വരുമാനം തരാൻ വേണ്ടി കൊണ്ടൊരു അടിപൊളിയായിട്ടൊരു സിസ്റ്റം വെച്ചിട്ടുണ്ട്. ഓരോ മണിക്കൂറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? വരുമാനം കമ്പനി തരാമെന്ന് പറയണം. ഓരോ മണിക്കൂറിൽ നിങ്ങൾക്ക് കട്ട് ഓഫ് ആണ് ഇവിടെ കമ്പനി വെച്ചിരിക്കുന്നത്. പുലർച്ചെ 12 മണി മുതൽ രാത്രി 12 മണി വരെയ്ക്ക് നമ്മുടെ സിസ്റ്റം കട്ട് ഓഫ് ആണ്. ഓരോ മണിക്കൂറും ഓടിക്കൊണ്ടേയിരിക്കും കട്ട് ഓഫിൽ. ഒരു മണിക്കൂറിൽ ഏറ്റവും ചുരുങ്ങിയത് 200 രൂപ വാങ്ങിക്കാം. ഒരു മണിക്കൂറിൽ മാക്സിമം 5 ജോഡിക്ക് 1000 രൂപ വരുമാനം എടുക്കാം. ഇതാണ് ഇതിന്റെ സിസ്റ്റം. നിങ്ങൾക്ക് ഒരു 500 രൂപയ്ക്ക് മുകളിൽ നിങ്ങളുടെ വരുമാനം ആയിട്ടുണ്ടെങ്കിൽ ഓരോ മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങളുടെ വാലറ്റിലോട്ട് വന്നുകൊണ്ടിരിക്കും പൈസ. ഓരോ മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ പൈസ വരുന്നത്, വാലറ്റിൽ വരുന്ന എമൗണ്ട് എത്രയാണോ 500 രൂപയ്ക്ക് മുകളിലായി കഴിഞ്ഞാൽ ബാങ്കിലേക്ക് വിഡ്രോവൽ ഉണ്ട്. ബാങ്ക് വിഡ്രോവൽ ചെയ്യാം. കൃത്യമായിട്ട് KYC കൊടുക്കുക, കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഡെയിലി ബാങ്ക് വിഡ്രോവൽ ഉണ്ട്. ബാങ്കിലേക്ക് പൈസ ക്രെഡിറ്റ് ആവും.
അങ്ങനെ 200 രൂപ ഏറ്റവും ചുരുങ്ങിയത് ഒരു മണിക്കൂറിൽ മാക്സിമം 1000 രൂപ, ഒരു ദിവസം 24 മണിക്കൂറുണ്ട് എല്ലാവർക്കും. ഈ ഒരു പ്ലാനിലൂടെ നമുക്ക് ഒരു ദിവസം 24 മണിക്കൂറിൽ 24 കട്ട് ഓഫിൽ 24,000 രൂപ ഏൺ ചെയ്യാം. 24,000 rupees പെർ ഡേ. അപ്പൊ ഈ 1000 രൂപ കൊടുത്ത് ജോയിൻ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ പണിയെടുക്കുകയാണെങ്കിൽ ഒരു ദിവസം 24,000 രൂപ ഉണ്ടാക്കാന്ന് പറയണം. ഒരു മാസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7,20,000 രൂപ നമുക്ക് ഒരു മാസം ഇതിലൂടെ ഇൻകം വരുമാനം ഏൺ ചെയ്ത് എടുക്കാൻ പറ്റും. ഇനി ഇതേ സിസ്റ്റം തന്നെ കമ്പനി നമുക്ക് 3 സൈറ്റ് തരുന്നുണ്ട്, 3 ID. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫ്രീ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ട്. ഫ്രീ ആയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യുമ്പോൾ 3 ID ആണ് വരിക. ഒരേ ആളുടെ പേരിൽ തന്നെ 3 സൈറ്റ് ക്രിയേറ്റ് ആവും ഒരേ ID നമ്പറിൽ. അപ്പോൾ 1000 രൂപയാണ് നമ്മൾ ഒരു IDക്ക് പേയ്മെന്റ് ചെയ്യുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ 3 IDയും ഒരേ സമയത്ത് തന്നെ പൈസ കൊടുത്ത് ടീം സെറ്റ് ചെയ്യാം, ഡെവലപ്പ് ചെയ്യാം. 3000 രൂപയാണ് 3 IDക്കും കൂടെ ആവുന്നത്. 1000 1000 1000. അപ്പൊ ഇവിടെ നമുക്ക് A1 എന്ന് പറയുന്ന ഒരു ടീമിനെയും B1 എന്ന് പറയുന്ന ഒരു ടീമിനെയാണ് നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് കാൽക്കുലേഷൻ ചെയ്യാൻ പോകുന്നത്, എന്താണ് ഇതിന്റെ ബെനിഫിറ്റ് എന്നുള്ളത്. A1 എന്ന് പറയുന്ന വ്യക്തി ഒരേ ഒരു ID മാത്രമാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. 1000 രൂപ കൊടുത്തു ഒരു ID ആൾ ഓപ്പറേറ്റ് ചെയ്യാണ്. അദ്ദേഹത്തിന്റെ ടീമിനെ കൊണ്ടുവരുന്നു. ഒരു മണിക്കൂറിൽ ലെഫ്റ്റ് സൈഡിൽ 5 ബിസിനസ് വിൽക്കുന്നു, റൈറ്റ് സൈഡിൽ 5 ബിസിനസ് വിൽക്കുന്നു അല്ലേ. അപ്പൊ 5 ജോഡി മാച്ചായി. A1 എത്രയാ, 1000 രൂപയാണ് കിട്ടുന്നത്. പക്ഷെ സെയിം ടൈമിൽ B1 എന്ത് ചെയ്യുവാണ്, അദ്ദേഹത്തിന് നിറയെ കണക്ഷൻസ് ഉണ്ട്, ആളുകളെ പരിചയമുണ്ട്, ആളുകളെ അറിയാം. 3 ID ഒരേ സമയത്ത് ആള് 1000 രൂപ കൊടുത്തിട്ട് 3000 രൂപ കൊടുത്തുകൊണ്ട് 3 IDയും ആക്ടിവേഷൻ ചെയ്തു. അങ്ങനെ B2 എന്ന് പറയുന്ന ലെഫ്റ്റ് സൈഡിലെ ടീമിലേക്ക് എന്ത് ചെയ്തു, 5 ജോഡി 5 പേർ മാച്ച് ചെയ്യുന്നു ഒരു മണിക്കൂറിൽ. B3യിലും അതേപോലെ തന്നെ 5 ജോഡി മാച്ച് ചെയ്യുന്നു. B2വിന് 1000 രൂപ കിട്ടുന്നു ഒരു മണിക്കൂറിൽ, B3ക്കും 1000 രൂപ കിട്ടുന്നു അല്ലേ. ഒരേ ആളുടെ ID തന്നെയാണത്. B2വിനും B3ക്കും 1000 കിട്ടുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി എന്ത് നടക്കുന്നു, B1നും 1000 ഉണ്ട്. അപ്പൊ 3 IDയിലും കൂടെ B1ലേക്ക് 3000 രൂപ ലഭിക്കുന്നു. A1ന് 1000 ലഭിച്ചപ്പോൾ B1ന് 3000 രൂപ ലഭിക്കുന്നു അല്ലേ. ഒരു ദിവസം 24 മണിക്കൂറിൽ A1ന് എത്ര കിട്ടുക, 24,000 രൂപ ലഭിക്കുന്നു. B1നാണെങ്കിലോ 72,000 രൂപ ലഭിക്കും, 72,000. ഒരേ വർക്ക്, ഒരേ ജോലി, ഒരേ പണി തന്നെയാണ്. പക്ഷെ അവിടെ 4 ടീമുകളാണ് B1 ഡെവലപ്പ് ചെയ്തത്. ഒരു മാസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ A1ന് 7,20,000 രൂപ ലഭിക്കുമ്പോൾ B1നോ 21,60,000 രൂപയാണ് ഇൻകം ആയിട്ട് ലഭിക്കുന്നത്. അപ്പൊ ഇത് ഏത് പ്ലാനാണോ ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത് അവരവരുടെ ഇഷ്ടമാണ്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഡെവലപ്പ് ചെയ്യാം. A1 പോലെ ഒരു ID ഡെവലപ്പ് ചെയ്താൽ ഒരു 24,000 രൂപ ഉണ്ടാക്കാം. B1 ചെയ്യുന്ന പോലെ ചെയ്താലോ 72,000 രൂപ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു അവസരമാണ്, ഒരു വലിയൊരു ബിസിനസ്, ഒരു സിസ്റ്റമാണ്. ഇത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ബിസിനസ് നടന്നാൽ കമ്പനി നമുക്കത് വരുമാനം തരാം എന്നാണ് കമ്പനി പറയുന്നത്. നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന നിറയെ ആളുകൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ ശരിക്കും പാക്കേജ്, ജോയിനിങ് പാക്കേജ് എന്ന് പറയുന്നത് 1000ന്റെ 3 എൻട്രി 3000 രൂപയാണ്. സോ അവർ മാജിക്കൽ ഫിഗർ ഈസ് 3,000 rupees ജോയിനിങ് പാക്കേജ്. ഇനി അടുത്ത് പറയാൻ പോകുന്ന ഒരു ഇൻകം ആണ് ലെവൽ അപ്ഗ്രേഡ്. ഇന്നേ വരയ്ക്കും ഇതുപോലെ ഒരു ഇൻകം പ്ലാൻ ഒരു കമ്പനിയും സെറ്റ് ചെയ്തിട്ടില്ല. നമ്മുടെ അറിവിൽ ആദ്യമായിട്ടാണ് നെയിൽകാർട്ട് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ കമ്പനി ഒരു ഇൻകം കൊണ്ടുവന്നിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇൻകം ആണ്. നമ്മുടെ എല്ലാം ഡ്രീം ആയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുന്ന ആ ഒരു വലിയൊരു എമൗണ്ട് ഒരു 1 ഇയറിലൊക്കെ ഒരു 1 CR 2 CR ഒക്കെ നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലാനാണിത്. ഓക്കെ, ഒരു സെക്കൻഡ്. ഈ ലെവൽ അപ്ഗ്രേഡ് ബോണസ് എന്ന് പറയുന്നത് ഒരു അപ്ഗ്രേഡിംഗ് സിസ്റ്റമാണിത്. ഈ അപ്ഗ്രേഡിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നമുക്കൊരു 500 രൂപ മുതൽ 5000 രൂപ വരയ്ക്ക് നമ്മുടെ ID ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുക. 10 ലെവലായിട്ടുള്ള ഒരു അപ്ഗ്രേഡിങ് ചെയ്യാവുന്ന ഒരു സിസ്റ്റമാണിത്. ഈ ലെവൽ അപ്ഗ്രേഡിംഗ് ബോണസിൽ വരുന്ന ടീം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡയറക്റ്റ് ടീം മാത്രമാണ് ഇവിടെ വരുള്ളൂ. ബൈനറിയിൽ എല്ലാ ആളുകളും ഉണ്ടാവും. പക്ഷേ ലെവൽ അപ്ഗ്രേഡ് ബോണസിലാണെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്ന ഡയറക്റ്റ് ആളുകൾ മാത്രം. ഇപ്പൊ നിങ്ങളിപ്പോൾ ഈ ബിസിനസ്സിലേക്ക് വരുന്നു, ഒരു 10 പേരെയാണ് ഈ ബിസിനസ്സിലേക്ക് നിങ്ങൾ പരിചയപ്പെടുത്തിയതെങ്കിൽ ഈ 10 പേരായിരിക്കും ഈ ലെവൽ അപ്ഗ്രേഡ് ബോണസ് എന്ന് പറയുന്ന ഈ സിസ്റ്റത്തിൽ ഇവിടെ ഉണ്ടാവുക. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഫസ്റ്റ് സ്റ്റാർ എന്ന് പറയുന്ന ആ ഒരു റാങ്ക് നമ്മൾ ഒരു 500 രൂപ കൊടുത്തിട്ടൊന്ന് അപ്ഗ്രേഡ് ചെയ്യണം. ഈ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ഈ 500 രൂപയെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, റീചാർജ് റെഡീം പോയിന്റ് ആയിട്ടും ഷോപ്പിംഗ് റെഡീം പോയിന്റ് ആയിട്ടും 500 പോയിന്റ് നിങ്ങൾക്ക് അവിടെ കയറും. അത് ഫുള്ളായിട്ട് നിങ്ങൾക്ക് റീചാർജ് ചെയ്തെടുക്കാം, പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ഉപയോഗിക്കാം. അപ്പൊ ഞാനിവിടെ 500 രൂപ അപ്ഗ്രേഡ് ചെയ്തു അല്ലേ. ഈ 500 രൂപ അപ്ഗ്രേഡ് ചെയ്ത് പൈസ പൂർണ്ണമായിട്ട് മാർക്കാണ് കിട്ടുന്നത്. എന്നെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള വ്യക്തി ആരാണോ എന്റെ സ്പോൺസർ, അവർക്കാണ് 100% കിട്ടുക. എന്നെ കൊണ്ടുവന്നിട്ടുള്ള ഷിജു സാർ എന്ന് പറയുന്ന വ്യക്തിയാണ് ട്രിവാൻഡ്രം. ഈ 500 രൂപ പുള്ളിക്ക് പൂർണ്ണമായിട്ടും കിട്ടിയിട്ടുണ്ട്.
ഇങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റം. ആ 500 രൂപ അവർക്ക് അപ്പം തന്നെ എന്ത് ചെയ്യാം, എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം. റീചാർജ് ചെയ്യാം, ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാം, അതല്ലെങ്കിൽ ബാങ്കിലേക്ക് വിഡ്രോ കൊടുക്കാം, എന്ത് വേണമെങ്കിലും അവർക്ക് ചെയ്യാം. പുതിയ ഐഡിയകൾ വരെ എന്ത് ചെയ്യാം, ആ പൈസ ഉപയോഗിച്ചിട്ട് എൻട്രി ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ 500 രൂപ അപ്ഗ്രേഡ് ചെയ്തു. എന്റെ കൊണ്ടുവന്നിട്ടുള്ള, ഞാൻ ഡയറക്റ്റ് വന്നിട്ടുള്ള ഒരു 10ഓളം മെമ്പേഴ്സ് ഉണ്ട് അല്ലേ, ഇവരും ഇതേ പണി തന്നെയാണ് ചെയ്യുന്നത്. 500 രൂപ അവരും ആദ്യത്തെ ലെവലായിട്ടുള്ള ഫസ്റ്റ് സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്യും. 10 ആളുകളുടെ കയ്യിൽ നിന്നും 500 ഇൻറ്റു 10 പേരെ കയ്യിൽ നിന്ന് അല്ലേ 5000 രൂപ ലഭിക്കുന്നത് പൂർണ്ണമായിട്ടും എൻ്റെ ഐഡിയിലോട്ടായിരിക്കും, എനിക്കായിരിക്കും കിട്ടുക. അപ്പൊ ഞാൻ ഉടൻ എന്ത് ചെയ്യണം, എൻ്റെ സെക്കൻഡ് സ്റ്റാർ അപ്ഗ്രേഡ് ആയിട്ടുള്ള 1000 രൂപ ഞാൻ അപ്ഗ്രേഡ് ചെയ്യണം. ആ 1000 രൂപ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ഈ 10 പേര് കൊണ്ടുവരുന്ന ആളുകൾ ഏകദേശം പറഞ്ഞ 100ഓളം പേരുണ്ടാവും. ഈ 100 വ്യക്തികളും അവരുടെ രണ്ടാമത്തെ അപ്ഗ്രേഡ് ആയിട്ടുള്ള 1000 രൂപ, അവർ ആദ്യം 500 ചെയ്യണം. 1000 ചെയ്യുമ്പോൾ രണ്ടാമത്തെ അപ്ഗ്രേഡ് ആയിട്ടുള്ള 1000 രൂപ പൂർണ്ണമായിട്ട് 1 ലക്ഷം രൂപ കിട്ടുന്നത് എൻ്റെ ഐഡിയിലോട്ടായിരിക്കും. അപ്പൊ ഞാൻ വേഗം എന്ത് ചെയ്യണം, മൂന്നാമത്തെ എൻ്റെ റാങ്ക് ഞാനൊന്ന് അപ്ഗ്രേഡ് ചെയ്യണം അല്ലെ. 500 ചെയ്തു, 1000 ചെയ്തു, 1500 ചെയ്യണം. ഈ 1500 ചെയ്യുന്ന സമയത്ത് ആ തേർഡ് ലെവലിൽ വരുന്ന ടോട്ടൽ ടീം എത്ര പേരാണോ, അവിടെ ഒരു 1000 പേരാണ് വരുന്നതെങ്കിൽ മൂന്നാമത്തെ അപ്ഗ്രേഡ് ആയിട്ടുള്ള 1500 വെച്ചിട്ട് ടോട്ടൽ ആളുകളുടെ കയ്യിൽ നിന്നും 15 ലക്ഷം രൂപയോളമാണ് നമുക്ക് ഈ മൂന്നാമത്തെ അപ്ഗ്രേഡിൽ കയറി വരുന്നത്, ഈ 1000 പേരുടെ കയ്യിൽ നിന്ന് കയറി വരുന്നത്. നാലാമത്തെ അപ്ഗ്രേഡ് എത്രയാ, 2000 രൂപ അല്ലേ. ഈ 2000 രൂപ ഞാൻ ഓൾറെഡി പെട്ടെന്ന് തന്നെ ചെയ്തു വെക്കണം. അഡ്വാൻസ് ആയിട്ട് ഞാൻ ചെയ്തു വെക്കുമ്പോൾ നാലാമത്തെ ലെവലിൽ വരുന്ന ടീമുകൾ എല്ലാവരും അവരുടെ അപ്ഗ്രേഡ് ആയിട്ടുള്ള 2000 നാലാമത്തെ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ട് ഏകദേശം 10,000ഓളം മെമ്പേഴ്സ് വരും അവിടെ. കൃത്യമായിട്ട് ഡ്യൂപ്ലിക്കേഷൻ ചെയ്ത് പോകണമെന്നില്ല, പോയി കഴിഞ്ഞാലുള്ള കാര്യം പറഞ്ഞത് ഏകദേശം 2 കോടി രൂപയോളമാണ് നമുക്ക് അവിടെ ഈ പറയുന്ന നാലാമത്തെ ലെവലിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അങ്ങനെ അഞ്ചാമത്തെ ലെവല് 6, 7, 8, 9, 10 500, 1000, 1500, 2000, 2500, 3000, 3500, 4000, 4500, 5000 ഇങ്ങനെയാണ് അപ്ഗ്രേഡ് കയറി പോകുന്നത്. 10ാമത്തെ ലെവലിലുള്ള അപ്ഗ്രേഡ് ആയിട്ടുള്ള 5000 രൂപ ഞാൻ അഡ്വാൻസ് ആയിട്ട് ചെയ്തു വെക്കുമ്പോൾ എൻ്റെ 10ാമത്തെ ലെവലിൽ വരുന്ന ആ ടോട്ടൽ ടീം, അവിടെ എത്ര മെമ്പേഴ്സ് ആണോ, 50,000, 1 ലക്ഷം എത്ര പേരുണ്ടെങ്കിലും ശരി, അവരെല്ലാവരും ചെയ്യുന്ന 5000 അപ്ഗ്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് കയറി വരിക, എനിക്കാണ് കയറി വരിക. അപ്പൊ ഇതൊരിക്കലും കമ്പനി തരുന്ന പൈസയോ അങ്ങനെയൊന്നും വിചാരിക്കരുത്. കമ്പനി തരുന്ന പൈസയോ കമ്പനിയുടെ കയ്യിൽ നിന്ന് എടുത്തു തരുന്ന പൈസയോ അല്ല. നമ്മൾ കൊണ്ടുവരുന്ന ടീമിൽ നിന്ന് നടക്കുന്ന കൃത്യമായിട്ടുള്ള അപ്ഗ്രേഡുകളിലൂടെ മാത്രമാണ് ഈ പറയുന്ന 10 ലെവൽ ഇൻകവും നമുക്ക് കിട്ടുന്നത്. ഇത് നിരവധി ആളുകൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ തുടക്കം മാത്രമാണ്. 10ാമത്തെ ലെവലിലോട്ടൊക്കെ ഒരു 50,000, 1 ലക്ഷം പേരൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഇൻകം ആയിരിക്കും നമുക്ക് ലെവൽ അപ്ഗ്രേഡ് ബോണസിൽ കയറി വരിക. അടുത്ത പറയുന്ന ഇൻകമാണ് റീപർച്ചേസ് പേഴ്സണൽ PV ബോണസ്. ഓരോ പ്രോഡക്റ്റുകൾക്കും കമ്പനി ഓരോ PV നിശ്ചയിച്ചിട്ടുണ്ട്. 1 രൂപ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു PV ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് പ്രൊഡക്റ്റ് വേണമെങ്കിലും വാങ്ങിക്കാം. ഇപ്പോൾ നിങ്ങൾക്കൊരു 1500 ഒരു സാരിയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ആ സാരി എടുക്കാം. ഓക്കെ, അപ്പൊ 50 PV ആണ് അതിന്റെ ആ പ്രൊഡക്റ്റിന് കമ്പനി നിശ്ചയിച്ചിട്ടുള്ള PV. 50 PV ആണെങ്കിൽ 50 രൂപയാണ്. സ്പോട്ടിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഈ 50 PV 50 രൂപയായിട്ട് കയറിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ആ പൈസ എന്ത് ചെയ്യാം, ഉപയോഗിക്കാം, വിഡ്രോ ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ എത്ര പ്രൊഡക്റ്റ് വേണമെങ്കിലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കമ്പനിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം. ഇനി റീപർച്ചേസിങ് ടീം ബോണസ് നമ്മൾ ഓൾറെഡി പറഞ്ഞില്ല, ഒരു PV ഈക്വൽ ടു 1 രൂപയാണ് നമ്മൾ പറഞ്ഞു. നിരവധി പ്രോഡക്റ്റുകൾ ഓൾറെഡി ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരുപാട് പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യാൻ പോകണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പ്രൊഡക്റ്റ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യും, ഈ സിസ്റ്റത്തിലൂടെ വാങ്ങിക്കാം. അപ്പോൾ ഈ പ്രോഡക്റ്റുകൾ വാങ്ങണമെങ്കിൽ നമുക്കിവിടെ പൈസ കയ്യിൽ നിന്നും എടുത്ത് കൊടുത്തുകൊണ്ട് പ്രൊഡക്റ്റ് വാങ്ങേണ്ട ആവശ്യങ്ങളില്ല. കമ്പനി അതിനൊരു പ്ലാൻ ഇവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വരുന്ന ഓരോ പൈസയും ഓരോ മണിക്കൂർ കഴിയുമ്പോഴും വരുന്ന നമ്മുടെ ബൈനറി ഇൻകത്തിൽ വരുന്ന പൈസയാണെങ്കിലും ലെവൽ അപ്ഗ്രേഡ് ബോണസ് ആണെങ്കിലും ഏത് പൈസയാണെങ്കിലും നമുക്ക് എവിടെ വരിക, ആദ്യം നമ്മുടെ മെയിൻ വാലറ്റിലാണ് വരിക. ഈ മെയിൻ വാലറ്റിൽ കിടക്കുന്ന പൈസ വേണം നമ്മൾ വിഡ്രോ ചെയ്യാൻ അല്ലേ. ബാങ്കിലേക്ക് വിഡ്രോ ചെയ്യാം, അല്ലെങ്കിൽ ഇന്റർചേഞ്ച് ചെയ്യാം. ഇന്റർചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്കത് പുതിയ ഐഡിയകൾ അടിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഏത് രീതിയിൽ ചെയ്താലും നമ്മൾ വിഡ്രോ ചെയ്യുന്ന പക്ഷം തന്നെ എന്ത് ചെയ്യും, 10% കമ്പനി ഡിഡക്ട് ചെയ്യുന്നുണ്ട്, കട്ട് ചെയ്യും. ആ 10% കട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ റീപർച്ചേസിങ് വാലറ്റിലോട്ട് കമ്പനി മാറ്റി വെക്കുന്നുണ്ട്. എല്ലാവരുടെ ഫണ്ടും റീപർച്ചേസിങ് വാലറ്റ് കിടപ്പുണ്ടാവും. നിങ്ങളിപ്പോൾ 1 ലക്ഷം രൂപയാണ് ടോട്ടൽ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ 10% 10,000 രൂപ അവിടെ കിടപ്പുണ്ടാവും റീപർച്ചേസിങ്ങിൽ. ഈ പൈസ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഓൺലൈൻ ഷോപ്പിൽ കാണുന്ന പ്രൊഡക്റ്റുകൾ വാങ്ങിക്കാൻ. കയ്യിൽ നിന്ന് പണം കൊടുത്തുകൊണ്ട് ആരും എന്ത് ചെയ്യണ്ട, പ്രൊഡക്റ്റ് വാങ്ങണ്ട. അപ്പൊ നമ്മുടെ ഓൺലൈൻ ഷോപ്പിയുടെ സിസ്റ്റം നമ്മൾ ആദ്യം പറഞ്ഞു തന്നല്ലേ, ഫ്ലിപ്കാർട്ട്, ആമസോൺ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. നമ്മുടെ ഓൺലൈൻ ഷോപ്പിയുടെ സിസ്റ്റം കൃത്യമായിട്ട് ഇവിടെയാണ് നമ്മൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ട ഒരു സ്റ്റേജാണിത്. ഇവിടെ വരുന്ന ഓൺലൈൻ ഷോപ്പിലെ പ്രൊഡക്റ്റുകൾ എന്ന് വെച്ചാൽ എല്ലാം PV അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും. PV ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഇവിടെ പ്രൊഡക്റ്റുകൾ വാങ്ങേണ്ടത്. അത് കമ്പനി ഓരോ പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യുമ്പോഴും
അതിന് തുല്യമായിട്ടുള്ള PV അടിസ്ഥാനപ്പെടുത്തി ബേസ് ചെയ്തിട്ടായിരിക്കും പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യുക. അങ്ങനെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ടീം ഒരു ദിവസം ഒരു 100 PVയുടെ സെയിൽസ് നടന്നു, റൈറ്റ് സൈഡിൽ ഒരു 100 PVയുടെ സെയിൽസ് നടന്നു കഴിഞ്ഞാൽ 100 PV എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 രൂപയാണ്. നിങ്ങൾക്ക് അന്നത്തെ ഇൻകം വരുമാനം എന്ന് പറഞ്ഞാൽ റീപർച്ചേസിംഗിൽ 100 രൂപയാണ് വരുമാനം. 3000 PV ആണ് മാച്ച് ചെയ്തതെങ്കിലോ അന്ന് 3000 രൂപ കിട്ടും. 5000 PV ആണ് മാച്ച് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 5000 രൂപ കിട്ടും. ഒരു ദിവസം മാക്സിമം നമുക്ക് എത്ര രൂപ ഉണ്ടാക്കാം? 5000 രൂപ നിങ്ങൾക്ക് റീപർച്ചേസിംഗ് ഇൻകത്തിലൂടെ വരുമാനം ഉണ്ടാക്കാം. ഇപ്പൊ മറ്റുള്ള നിലവിലുള്ള ഓൺലൈൻ ഷോപ്പിംഗ് പ്രൊഡക്റ്റുകൾ പോലെ മാർക്കറ്റിൽ കാണുന്ന കമ്പനിയുടെ ഐറ്റംസുകളും അതേപോലെ തന്നെ ഇപ്പൊ MRP ഒക്കെയുള്ള ഐറ്റംസുകളെല്ലാം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് PV നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിജപ്പെടുത്തി കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റില്ല. വളരെയധികം മാർജിൻ വ്യത്യാസങ്ങളും കാര്യങ്ങളെല്ലാം വരും. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള രീതിയിലുള്ള ഓൺലൈൻ ഷോപ്പിംഗ് പ്രൊഡക്റ്റുകൾ പക്ഷെ എല്ലാത്തിലും ഉണ്ടാവും. ഇവിടെയും നമുക്ക് ടീയും കോഫിയും പേസ്റ്റും ബ്രഷും അതേപോലെ തന്നെ സോപ്പ് ഐറ്റംസുകളും എല്ലാം കമ്പനി കൊണ്ടുവരാൻ പോവാണ്. പക്ഷെ അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ഒരു PV എല്ലാം മാച്ച് ചെയ്ത് അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും നമ്മുടെ പ്രൊഡക്റ്റുകൾ വരിക. നമ്മളൊന്ന് ജസ്റ്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക, അപ്പോൾ ഓരോരോ പ്രൊഡക്റ്റുകളായിട്ട് കമ്പനി ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ റീപർച്ചേസിംഗിൽ 5000 രൂപയാണ് മാക്സിമം സീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം 4.5 ലക്ഷം രൂപയോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3 ഐഡിയിലും കൂടെ നമുക്ക് വരുമാനം എടുക്കാം. ഒരു ഐഡിയിലാണെങ്കിൽ 1.5 ലക്ഷം രൂപ വരുമാനം എടുക്കാം. 3 ഐഡിയിലാകുമ്പോൾ ഡെയിലി നമുക്ക് 15000 രൂപ കിട്ടും. ഒരു മാസം നോക്കിക്കഴിഞ്ഞാൽ 4.5 ലക്ഷം രൂപയോളം ഈ റീപർച്ചേസിംഗ് ടീം ബോണസിലൂടെ നമുക്ക് ഇൻകം ആയിട്ട് വരുമാനമായിട്ട് എടുക്കാൻ പറ്റും. ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസ് എന്ന് പറയുന്ന അടുത്ത വരുമാനം, ഇത് ഒരു സൂപ്പർ ആയിട്ടുള്ള ഇൻകം ആണ്. നമ്മൾ ഈ ബിസിനസ്സിലോട്ട് നിറയെ ആളുകളെ കൊണ്ടുവരില്ലേ, പരിചയപ്പെടുത്തിയിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ ഓൾറെഡി 10 പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ 10 പേര് അവിടെ ഉണ്ട്. ലെവൽ അപ്ഗ്രേഡ് ബോണസ് എന്ന് പറയുന്ന ആ സിസ്റ്റത്തിലുണ്ട് നമ്മുടെ കൂടെ. ആ 10 പേരും നമ്മുടെ കൂടെ ഈ ഒരു ബിസിനസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇവരെല്ലാവരും എന്ത് ചെയ്യും? ഡെയിലി ഈ പറയുന്ന റീപർച്ചേസിംഗ് ഇൻകങ്ങൾ അവരെല്ലാവരും വാങ്ങിക്കും. 100 രൂപയോ 200 രൂപയോ 500 രൂപ 1000 രൂപ അല്ലെങ്കിൽ സീലിംഗ് അടിക്കുക, 5000 സീലിംഗ് അടിക്കാം. എങ്ങനെ വാങ്ങിച്ചാലും ശരി, നമ്മൾ കൊണ്ടുവരുന്ന ഡയറക്റ്റ് വന്നിട്ടുള്ള ആളുകൾ വാങ്ങിക്കുന്ന വരുമാനം എത്രയാണോ അതിന്റെ 50% 50% നമുക്കുള്ളതായിരിക്കും. ഒരാളിപ്പോൾ ഒരു 1000 രൂപയാണ് ഒരു ദിവസം വാങ്ങുന്നതെങ്കിൽ അതിന്റെ 500 രൂപ നമുക്ക് കിട്ടും. 5000 രൂപയാണ് സീലിംഗ് അടിക്കുന്നതെങ്കിലോ 2500 രൂപ കിട്ടും. നമ്മളൊരു 10 പേരെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ 10 പേരും സീലിംഗ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ 2500 × 10 25,000 രൂപ നമുക്ക് എന്ത് ചെയ്യും? ഒരു ദിവസം കിട്ടും. അങ്ങനെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ആ 10 പേരുടെ ഡ്യൂപ്ലിക്കേഷൻ ആണ് അടുത്ത 100 പേരെന്ന് പറയുന്നത്. ആ 100 പേര് എന്താണോ വരുമാനം വാങ്ങുന്നത് അതിന്റെ 20% നിങ്ങളുടെ വാലറ്റിലോട്ട് കമ്പനി തന്നിരിക്കും. മൂന്നാമത്തെ ഡ്യൂപ്ലിക്കേഷൻ നടക്കുമ്പോഴോ 100ന്റെ 1000-ഓളം മെമ്പേഴ്സ് വരും. ഇത്രയും ആളുകളിൽ നിന്നും അവർ വാങ്ങിക്കുന്ന വരുമാനത്തിന്റെ 10% കിട്ടുന്നത്. അതേപോലെ തന്നെ 4ാമത്തെ ലെവലിൽ നിന്നും 10%, 5ാമത്തെ ലെവലിൽ നിന്നും 10%. അപ്പോൾ ഫസ്റ്റ് ലെവലിൽ നിന്ന് 50, 20, 10, 10, 10 ഇങ്ങനെയാണ് നമുക്ക് ഈ ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസ് എന്ന് പറയുന്ന ഇൻകം തരുന്നത്. അപ്പൊ ഓൺലൈൻ ഷോപ്പിൽ വരുന്ന ഓരോ പ്രോഡക്റ്റുകളിൽ നിന്നും നമ്മൾ ചിന്തിക്കണം, ഓരോ പ്രൊഡക്റ്റ് സെല്ലാവുമ്പോഴും ഈ തരത്തിലാണ് വരുമാനങ്ങൾ പോകുന്നത്. റീപർച്ചേസിംഗിൽ നമുക്ക് ലെഫ്റ്റും റൈറ്റും മാച്ച് ചെയ്യുന്ന സമയത്ത് ഒരാൾക്ക് 5000 സീലിംഗ് അടിക്കുന്നു. അതേപോലെ തന്നെ ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസിൽ 5 ലെവലിൽ വരുമാനം കൊടുക്കണം. അപ്പൊ ഈ നമ്മുടെ ഓൺലൈൻ ഷോപ്പിൽ ആഡ് ആവുന്ന പ്രൊഡക്റ്റുകൾക്കെല്ലാം PV നിശ്ചയിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത്രയും ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്രൊഡക്റ്റ് സെല്ലാകുമ്പോൾ വരുമാനം പോകുന്നുണ്ട്. അതിനനുസരിച്ചിട്ടാണ് കമ്പനിയുടെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്? കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ഇടുന്നത്. അതല്ലാതെ മറ്റുള്ള ഓൺലൈൻ ഷോപ്പുകളിലെ പോലെ ആയിരക്കണക്കിന് 10,000-കണക്കിന് പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ PV ഉണ്ടാവില്ല. നോർമലി നമുക്കൊരു 50 രൂപ കൊടുത്ത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്ന പോലെ വാങ്ങാമെന്നല്ലാതെ നോ യൂസ്, കമ്പനിക്കും യൂസ് ഇല്ല, നമുക്കും യൂസ് ഇല്ല. ഇതൊരു ബിസിനസ് ആണ്. ഇത് നമ്മൾ കൃത്യമായിട്ട് ആദ്യം മൈൻഡിൽ സെറ്റ് ചെയ്യുക, കയറ്റിയിട്ട് പ്ലാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ടൊരു പ്ലാൻ ആയിരിക്കും ഇത്. നെക്സ്റ്റ് പറയുന്നത് റാങ്ക് ആൻഡ് റിവാർഡ്സ് ആണ്. അതിൽ നമുക്ക് കമ്പനി പറയുന്ന ഒരു 6ഓളം റിവാർഡുകൾ തരുന്നുണ്ട്. ഫസ്റ്റ് വന്നിട്ട് ബ്രൗൺസ് ആണ്, ലാപ്ടോപ്പ്. ദെൻ നെക്സ്റ്റ് വന്നിട്ട് സിൽവർ, ഫോറിൻ ട്രിപ്പ്, ഗോൾഡ്, ബൈക്ക് ഓർ സ്കൂട്ടർ, ഡയമണ്ട്, ട്രാവൽ ഫണ്ട്, പ്ലാറ്റിനം കാർ ഫണ്ട്, അതേപോലെ തന്നെ ക്രൗൺ ഹൗസ് ഫണ്ട്. ഇപ്പൊ നമ്മുടെ റീപർച്ചേസിംഗ് ഇൻകങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ റിവാർഡ്സുകളോടെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ ഇത്രയ്ക്കും നല്ല രീതിയിലുള്ള ഒരു പ്രോജക്റ്റാണ് കമ്പനി നമുക്ക് വേണ്ടി കൊണ്ടു ചെയ്തിട്ടുള്ളത്, ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ എല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കുക, കാര്യങ്ങൾ പഠിക്കുക. ഇത്രയ്ക്ക് നല്ല ഒരു പ്ലാൻ നിങ്ങൾക്ക് വേണ്ടി കമ്പനി ഒരുക്കി തന്നിട്ടുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് എല്ലാവർക്കും വേണ്ടിക്കൊണ്ട് നമ്മുടെ സൈറ്റിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റ്, പ്രോഡക്റ്റിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം, ഒന്ന് അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊന്ന് വ്യക്തമാക്കി തരാം. നമ്മുടെ സൈറ്റിന്റെ ഫ്രണ്ട് പേജ് ഇങ്ങനെയാണ് വരിക. നമ്മൾ സൈറ്റ് എന്ത് ചെയ്യുക? ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, കാരണം ഈ പ്രൊഡക്റ്റുകൾ കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ
എങ്ങനെയാണ് പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാൻ അറിയാത്ത ആളുകളുടെ നിന്ന് പറഞ്ഞു തരാൻ വേണ്ടി കൊണ്ട് മാത്രമാണ്. നമ്മുടെ ഇടത് ഭാഗത്ത് മുകളിൽ ഒരു 9 ഡോട്ട് കാണും. ഇത് ക്ലിക്ക് ചെയ്യുക. ഡാഷ്ബോർഡ്, ക്രിയേറ്റ് അക്കൗണ്ട്, അക്കൗണ്ട്, ഷോപ്പിംഗ് പോർട്ടൽ. ദെൻ നെക്സ്റ്റ് താഴെ ജോയിനിങ് പ്രൊഡക്ട്സ് ഉണ്ട്. ഓക്കെ, നമ്മൾക്ക് പ്രോഡക്റ്റുകൾ കാണണമെങ്കിൽ, എല്ലാ പ്രൊഡക്ട്സുകളും നമ്മൾ നോക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഷോപ്പിംഗ് പോർട്ടലിലാണ് കയറേണ്ടത്. ജോയിനിങ് പ്രൊഡക്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള പൈസ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ഏത് പ്രൊഡക്റ്റാണോ ജോയിൻ ചെയ്യാൻ എടുക്കേണ്ടത് പ്രൊഡക്ട്സുകൾ അവിടെയുണ്ട്. ഷോപ്പിംഗ് പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ, ഇപ്പോൾ ഷോപ്പിൽ കയറുക, നിങ്ങൾക്ക് എല്ലാ പ്രൊഡക്റ്റുകളും അവിടെ കാണാൻ പറ്റും. ഇതേപോലെയുള്ളൊരു പേജാണ് ഓപ്പൺ ആയിട്ട് വരിക. അത് നമ്മൾ ID യിലൂടെ തന്നെ കയറണം കേട്ടോ. നേരെ നമ്മൾ താഴെ ജസ്റ്റ് ഇങ്ങനെ പോയി നോക്കേണ്ട കാര്യങ്ങളില്ല. ഇവിടെ മുകളിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ആ 3 വരയിൽ ക്ലിക്ക് ചെയ്താൽ കാറ്റഗറി ഉണ്ട്. കാറ്റഗറിയിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നിലവിലുള്ള നമ്മുടെ പ്രൊഡക്റ്റുകളുടെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ബാഗ്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമുക്കിവിടെ ബാഗുകൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ബാഗിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്ട്സ് ആയിട്ടുള്ള ബാഗുകൾ ഇവിടുന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. ഈ ബ്ലൂ കളർ ടിക്കുകൾ കണ്ടോ, ബ്ലൂ കളർ പ്ലസ്സുകൾ കണ്ടോ, ഇതെല്ലാം നമുക്ക് പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ കമ്പനി തന്നിരിക്കുന്നത്. അപ്പോൾ ഈ അറിയാത്ത ആളുകൾക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരണം. മാക്സിമം എല്ലാവർക്കും അറിയുമായിരിക്കും, എന്നാലും ഞാനൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൊണ്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തതാണ്. സാരീസ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഇത്രയും സാരീസ് ഇവിടെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ പ്ലസ് ആയിക്കൊണ്ടിരിക്കും. പുതിയ 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 കാറ്റഗറി പ്രൊഡക്ട്സുകളും കാര്യങ്ങളെല്ലാം കമ്പനി നമുക്ക് വേണ്ടിക്കൊണ്ട് ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ നിലവിലുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന പ്രൊഡക്ട്സുകളാണ്. വെൽനസ് പ്രൊഡക്റ്റുകൾ, ഒമേഗ 3, അതേപോലെ തന്നെ കലോഞ്ചി, നെയിൽ ഫ്ലാക്സ് സീഡിൻ്റെ പ്രൊഡക്റ്റുകൾ. ഇതെല്ലാം നമ്മൾ 1000 രൂപ കൊടുത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സ്പോട്ടിൽ നിങ്ങൾക്ക് ബുക്കിംഗ് ആവും. ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ വീട്ടിലേക്ക് എന്ത് ചെയ്യണം? പ്രോഡക്റ്റ് കമ്പനി അയച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇത്രയ്ക്ക് നല്ല ഒരു വെബ്സൈറ്റ്, ഒരു സോഫ്റ്റ്വെയർ, ഇത്രയ്ക്ക് ചെറിയൊരു എമൗണ്ടിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരം, ഇത്രയ്ക്ക് നല്ലൊരു കമ്പനി നമുക്ക് ഒരുക്കി തന്ന നമ്മുടെ വിജയമുരുകൻ സാറിന് ഒരിക്കൽ കൂടെ നല്ല രീതിയിൽ ഒരു നന്ദി പറയുകയാണ്, ഒരു താങ്ക്സ് പറയുകയാണ്.